പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും പിരിഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് ഇരുസഭകളും സമ്മേളിക്കും. ബൽറാം വിവരങ്ങളുമായി. ബൽറാം, അങ്ങനെ 5ാം ദിനവും സഭാ നടപടിക്രമങ്ങളൊന്നും സാധ്യമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ. അനുജ, തീർച്ചയായും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ 2ാം ആഴ്ചയും തുടർച്ചയായി ഈ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സ്തംഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നും നിമിഷങ്ങൾ മാത്രമാണ് ഇരുസഭകളും സമ്മേളിച്ചത്. രാവിലെ 11 മണിക്ക് രാജ്യസഭയും ലോക്സഭയും സമ്മേളിച്ച ഉടൻ തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം ആരംഭിച്ചു. ഈ അദാനി വിഷയം അടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകൾ തള്ളിയ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ ബഹളം ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ ആദ്യം പിരിഞ്ഞു. പിന്നീട് സമ്മേളിച്ചപ്പോഴും നിമിഷങ്ങൾക്കകം തന്നെ ലോക്സഭ പിരിയുന്ന സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയിലും സമാനമായി കോൺഗ്രസിന്റെ മുതിർന്ന അംഗങ്ങൾ തന്നെയാണ് ഇന്നും ഈ വിഷയം ഉന്നയിച്ചത്. സെയ്ദ് നസീർ ഹുസൈൻ ആയിരുന്നു ഇന്ന് കോൺഗ്രസിന് വേണ്ടി ഈ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയത്. അദാനി വിഷയത്തോടൊപ്പം തന്നെ സമ്പൽ സംഘർഷം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, വയനാട് കേന്ദ്ര സഹായം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചട്ടം 267 അനുസരിച്ചുള്ള നോട്ടീസുകൾ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ചെയർമാൻ ജഗ്ദീപ് ധങ്കർ സ്വീകരിച്ചത്. തുടർന്ന് പ്രതിപക്ഷം ബഹളം ഉയർത്തുകയായിരുന്നു. 12 മണിവരെ പിരിഞ്ഞ് 12 മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷ ബഹളം തുടർന്നു. പിന്നീടാണ് രാജ്യസഭയും നാളെ വരെ പിരിഞ്ഞിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ബഹളമുണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിനുള്ളിലും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട്. ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായം അടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള സമയം ഇത്തരം ബഹളത്തിലൂടെ അനാവശ്യമായി കളയുന്നു എന്ന അഭിപ്രായമുണ്ട്. കോൺഗ്രസിലെ ചില അംഗങ്ങൾക്ക് വയനാട് വിഷയം അടക്കമുള്ളവ സഭയിൽ ശൂന്യവേളയും ചോദ്യോത്തരവേളയും പ്രയോജനപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന അഭിപ്രായമുണ്ട്. ഇവ രണ്ടും ഉന്നയിക്കപ്പെട്ടു ഇന്നത്തെ ഇന്ത്യ സഖ്യ യോഗത്തിലെങ്കിൽ പോലും ഉന്നയിച്ച ഒരു വിഷയത്തിൽ നിന്നും ഇടയ്ക്ക് വെച്ച് പിന്മാറുന്നത് അത് ശരിയാകില്ല എന്നും അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുമുള്ള അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. തുടർന്നാണ് വീണ്ടും ചർച്ച ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. തുടർച്ചയായ 5ാം ദിനവും ഒരു നടപടിയും നടത്താൻ സാധിക്കാതെയാണ് പാർലമെന്റ് പിരിഞ്ഞത്.